കൂടിയാണ് നിലമ്പൂർ. ഇടത് സർക്കാർ സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് LDF സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്നത്. എന്നാൽ UDF ആകട്ടെ മരണം വരെ വോട്ടാക്കി മാറ്റാനുള്ള തത്രപ്പാടിലുമാണ്. സഹജീവികളുടെ ജീവനേക്കാൾ വലുതാണ് തനിക്ക് കിട്ടുന്ന ഓരോ വോട്ടുമെന്ന് നിലമ്പൂരിൽ UDF പറയാതെ പറയുന്നു. അവരുടെ നിലപാടുകളും നീക്കങ്ങളും അത്തരത്തിലുള്ളതാണ് താനും. അതിനോടൊപ്പം ചേർത്തു വയ്ക്കാവുന്നതാണ് UDF ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് പറയുന്ന അസത്യ പ്രചരണങ്ങളും. അതിന്റെ ഒരു ഏടാണ് വനംവകുപ്പിനെ കുറിച്ച് UDF ആരോപിക്കുന്ന കള്ളങ്ങൾ. നിലമ്പൂരിൽ വനംവകുപ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്ന UDFന്റെ മുനയില്ലാത്ത നുണകളെ കണക്കുകൾ കൊണ്ട് നമുക്ക് നേരിടാം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി നിലമ്പൂർ മണ്ഡലത്തിലാകെ കഴിഞ്ഞ 9 വർഷം വനം വകുപ്പ് നടത്തിയിട്ടുള്ളത് 6.21 കോടി രൂപയുടെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞാൽ പലർക്കും അത് ഒരു ഞെട്ടലായിരിക്കും. കാരണം അത്രമാത്രം നുണകളാണ് വനം വകുപ്പിനെ കുറിച്ച് UDF അടിച്ചിറക്കിയിട്ടുള്ളതും. നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ വനാവകാശ നിയമപ്രകാരം 715 പേർക്കായി 250.3889 ഹെക്ടർ ഭൂമിയുടെയും സൗത്ത് ഡിവിഷനിൽ 239 പേർക്കായി 26.0478 ഹെക്ടർ ഭൂമിയുടെയും അവകാശ രേഖ സർക്കാർ കൈമാറി. വന്യജീവി ആക്രമണത്തെ തുടർന്ന് 2 ഡിവിഷനുകളിലായി ആകെ 777.194 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകിയിട്ടുണ്ട്. വനവിഭവങ്ങൾ വിൽപ്പന നടത്തുന്നതിന് അരുവാക്കോട് ഇക്കോഷിപ്പ് ആരംഭിച്ചു. ഹെൽബൽ ഗാർഡൻ, നക്ഷത്രവനം, ബട്ടർഫ്ലൈ ഗാർഡൻ, ഓപ്പൺ മാർക്കറ്റ് എന്നിവ നിർമ്മിച്ചു. നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായി കാളിക്കാവ് റേഞ്ചിലായി 23.25 കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുന്നതിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. കരുളായി റേഞ്ചിലെ നെടുങ്കായത്ത് 35 ലക്ഷം രൂപയുടെ ഇക്കോ ടൂറിസം അമ്യൂണിറ്റി സെന്റർ നിർമ്മിച്ചു. 145.51 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ വേലി നിർമ്മിച്ചു. 46.90 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ തൂക്കുവേലിയും 4.53 കിലോമീറ്റർ ദൂരത്തിൽ ആനക്കിടങ്ങും 2.37 കിലോമീറ്റർ ദൂരത്തിൽ ആനമതിലും നിർമ്മിച്ചു. കൂടാതെ അനവധി റോഡുകളുടെ നിർമ്മാണവും പൂർത്തിയായി. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആദിവാസി ഉന്നമനത്തിനും അനവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് വോട്ട് തേടാൻ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റേതു പാർട്ടിക്ക് കഴിയും?